VS അച്യുതാനന്ദൻ ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ, ഒന്നെങ്കിൽ താങ്കൾക്ക് കൊക്കക്കോള കമ്പനിയുടെ കോടികൾ വാങ്ങി അംബാസഡറായി തുടരാം, പക്ഷേ പോകുമ്പോൾ ഒരു റെസിഗ്നേഷൻ ലെറ്റർ താങ്കളുടെ ടേബിളിൽ വെച്ചു എന്ന് ഉറപ്പുവരുത്തുക. കൈരളി ടിവിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും ഒഴിയേണ്ടി വരും. മമ്മൂട്ടിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, നിരസിച്ചു. ഏതാണ്? കൊക്കക്കോളയുടെ കോടികളുടെ ഓഫർ. കാരണം അത്രയും വലുതായിരുന്നു VS അച്യുതാനന്ദൻ എന്ന വലിയ മനുഷ്യന്റെയും ആ പ്രസ്ഥാനത്തോടുമുള്ള മമ്മൂട്ടിയുടെ കമ്മിറ്റ്മെന്റ്. കണ്ണേ കരളെ എന്ന് കേരളം വാഴ്ത്തിപ്പാടിയതും ഒരിക്കൽ പോലും തമ്പ്രാനെ എന്ന് വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളതുമായ കേരള ജനതയുടെ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. 102 വയസ്സുവരെ ജീവിച്ച അദ്ദേഹത്തിന്റെ മുക്കാൽ ജീവിതവും കേരളത്തിന് വേണ്ടിയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് ധൈര്യമായി ഓരോ മനുഷ്യരും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിളിക്കുകയുണ്ടായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 107 നമ്പർ മുറി വരെ കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ സ്നേഹം. കേരളക്കരയിൽ ഒരുപാട് വ്യക്തികൾ അണിനിരന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി കാത്തിരുന്ന നിമിഷങ്ങളെല്ലാം അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ധീരനായിരുന്നു, ഒരു വീരനായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉറച്ച കരങ്ങളുള്ള വലിയ ശബ്ദമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന ആ സഖാവിനെ നമ്മൾ മിസ് ചെയ്യുന്നു.